റേഷൻ അരിയിൽ എലിക്കാഷ്ടം കണ്ടതായി പരാതി. കണക്കാരി ജംഗ്ഷനിലെ റേഷൻ കടയിൽ നിന്നും നിർധന കുടുംബത്തിന് ലഭിച്ച റേഷൻ അരിയിലാണ് എലിക്കാഷ്ടം കണ്ടെത്തിയത്. കണക്കാരി പഞ്ചായത്ത് 16-ാം വാർഡ് ചാത്തമലയിൽ അംബികാവിലാസം വീട്ടിൽ കുഞ്ഞുമോൾ പത്മകുമാർ വാങ്ങിയ അരിയിലാണ് എലിക്കാഷ്ടം കാണപ്പെട്ടത്. റേഷൻ അരി കൊണ്ട് കഞ്ഞി വെച്ചെങ്കിലും കഴിക്കാൻ മനസ്സ് വരാത്തതിനാൽ വിശന്ന വയറുമായാണ് കുടുംബം കിടന്നതെന്ന് വീട്ടമ്മ കുഞ്ഞുമോൾ പറഞ്ഞു. ഞങ്ങളുടെ റേഷൻ കടയിൽ കാണക്കാരി കവലയിൽ ഏജി അപ്പച്ചൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ റേഷൻ കടയിലാണ് ഞങ്ങളുടെ കാർഡ്. ഞാൻ അവിടെ ചെന്ന് അരി മേടിച്ചുകൊണ്ട് വന്നു. വൈകിട്ട് അത്താഴം ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോഴേ പ്രാണിയായിരുന്നു മേളിൽ നിന്നത്. അപ്പോൾ ഈ പടുത എടുത്തിട്ട് ഇതിന് മേളിൽ അരി നിരത്തി ഇട്ടു. അത് കഴിഞ്ഞ് മോളോട് പറഞ്ഞു അരി ഒന്ന് ഇളക്കിയിട്ടേക്കാൻ പറഞ്ഞു. മോള് വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ മേളിൽ മുഴുവൻ ഈ എലിക്കാട്ടം കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഉടനെ ഞങ്ങൾ സപ്ലൈ ഓഫീസിൽ വിളിച്ചു. സപ്ലൈ ഓഫീസറെ വിളിച്ച് പറഞ്ഞു, മേഡം ഇതുപോലെ അരിക്കകത്ത് മുഴുവൻ എലിക്കാട്ടമാണ്, ഗോഡൗണിലെ പ്രശ്നമാണെന്ന് തോന്നുന്നത്, നല്ലപോലെ ഉണങ്ങിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഇന്നലെ കഞ്ഞിയൊക്കെ വേറെ അരി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ അരി മേടിക്കാൻ പോയത്. അപ്പോൾ അതുകൂട്ട് അരി എടുത്ത് കുറച്ച് ഇരുന്നാഴി അരി എടുത്ത് ഞാൻ കഞ്ഞി വെച്ചു. കഞ്ഞി വെച്ചെങ്കിലും മനസ്സ് വന്നില്ല അത് കുടിക്കാൻ. ഞങ്ങൾ പട്ടിണി കിടന്നു. വെച്ച അരി ഞങ്ങൾ വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുങ്ങൾക്കൊക്കെ കൊടുത്തു. എന്നിട്ട് രാവിലെ ഇത് കൊണ്ട് റേഷൻ കടയിൽ കൊണ്ടു കൊടുത്ത് മാറി എടുത്തോളാനാണ് സപ്ലൈ ഓഫീസർ പറഞ്ഞത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ഇവർക്ക് റേഷൻ കടയിൽ നിന്ന് ലഭിച്ച 12 കിലോ അരിയുമായി വീട്ടിലെത്തി ചാക്ക് തുറന്നപ്പോഴാണ് അരിയിൽ നിറയെ എലിക്കാഷ്ടം കാണുന്നത്. ഉടൻ തന്നെ റേഷൻ കടയുടമയെയും തുടർന്ന് സിവിൽ സപ്ലൈസ് ഓഫീസിലും വിവരമറിയിച്ചു. മോശം അരി റേഷൻ കടയിൽ തിരികെ നൽകി നല്ല അരി മാറ്റി വാങ്ങുവാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയെന്നും വീട്ടമ്മ പറഞ്ഞു. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ജീർണാവസ്ഥയിലായ വീട്ടിലാണ് കുഞ്ഞുമോളും അസുഖബാധിതരായ ഭർത്താവ് പത്മകുമാറും മകളും കഴിയുന്നത്. ലിവർ സിറോസിസ് ബാധിച്ച് പത്മകുമാറും ബിപിയും ഹാർട്ട് ബീറ്റും കുറയുന്നത് മൂലം മകളും ചികിത്സയിൽ കഴിയുമ്പോൾ കുടുംബം വലിയ ദുരിതമാണ് നേരിടുന്നത്. ഞാൻ മുടി വളരുന്ന എണ്ണ കാച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ടവർക്കൊക്കെ. അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ പിന്നെ ഈ റേഷനും കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. മോൾക്ക് BP കുറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്ന രസമാണ്. അവൾ കാരിത്താസിൽ ചികിത്സയിലിരിക്കുകയാണ്. അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെപ്പാടെ അവതാളത്തിക്ക് നടന്നു പോകുന്നതാണ്. നല്ലൊരു വീട് പോലും ഇല്ല. അപ്പം റേഷൻ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. എന്നാലും ഈ പ്രാവശ്യം മേടിച്ചപ്പോൾ റേഷൻ ഇതേ പരുവത്തിൽ, കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. കഞ്ഞി വെക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുറേയേറെ പറക്കി കളഞ്ഞു ഇതിനകത്തുനിന്ന്. ഇവരുടെ വീടിൻ്റെ നിർമ്മാണവും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്.